യൂട്യൂബ് മ്യൂസിക് എൻ്റെ ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഞാനും വളരെയധികം ഹാപ്പിയാണ്. കാരണം ഇന്ന് എൻ്റെ തിങ്കൾ കലാധരം എന്ന ആൽബം ഇറങ്ങിയേക്കാണ്. എൻ്റെ 7ാമത്തെ ആൽബമാണ്. എൻ്റെ വൈക്കത്തപ്പൻ്റെ പാട്ട് വീണ്ടും ഞാൻ വൈക്കത്തപ്പൻ്റെ പാട്ടുമായിട്ട് വന്നേക്കാണ്. അപ്പോൾ എല്ലാവരും കാണണം. വൈക്കത്തഷ്ടമി പ്രമാണിച്ച് ഉള്ളൊരു ഗാനമാണ്. അത് റേഡിയോ രംഗിൻ്റെ ചാനൽ കൂടി ഇറങ്ങിയിരിക്കുകയാണ്. റേഡിയോ രംഗിൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട്, അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിൽ കൂടി റിലീസായേക്കാണ്. ആ ഒരു സന്തോഷം നിങ്ങളോട് പങ്കുവയ്ക്കാൻ എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റോടു കൂടിയാണ് ഞാൻ ഇന്ന് അത് നോക്കി കാണുന്നത്. അപ്പോൾ എല്ലാവരും പോയി റേഡിയോ രംഗിൻ്റെ ചാനലിൽ പോയി കാണണം. ഫേസ്ബുക്ക് പേജിലുണ്ട്. ഫേസ്ബുക്ക് പേജിൽ കാണാൻ പറ്റാത്തവർക്ക് എന്തായാലും യൂട്യൂബ് ചാനലിൽ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും പോയി കാണണം, സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ പിന്നെ വീണ്ടും 2 വർക്ക് കൂടെ വന്നിട്ടാണ്. ഒന്ന് ബിജു നാരായണൻ സാറിൻ്റെ കൂടെയുള്ളൊരു വർക്കും പിന്നെ വേണുഗോപാൽ സാറിൻ്റെ കൂടെയുള്ള ഒരു വർക്കും. അങ്ങനെ 2 വർക്കും കൂടെ വന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളും എനിക്കുണ്ട്. എന്നെപ്പോലെ ഒരു സാധാരണ ഒരു ഗായികയ്ക്ക് ഇതൊക്കെ വലിയ എന്താ പറയുക, പ്രതീക്ഷിക്കുന്നതിനപ്പുറമാണ്. അത്രയും ലെജൻഡുകളായിട്ടുള്ള ഗായകരുടെ കൂടെയൊക്കെ ഒന്ന് വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതൊരു എന്താ പറയുക, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമുണ്ട്. അപ്പോൾ ഈ സന്തോഷമൊക്കെ നിങ്ങളുടെ അടുത്തൊന്ന് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചാണ് വന്നത്. പിന്നെ അഷ്ടമിയുടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോടൊന്ന് സംസാരിക്കണമെന്ന് തോന്നി. എല്ലാവർക്കും അറിയാം, വൈക്കത്തമ്പലത്തെക്കുറിച്ച് കുറേ ഐതിഹ്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഭഗവാന്റെ എന്താ പറയുക, ഭഗവാൻ മനുഷ്യ അവിടെ പണ്ട് ഈ അഷ്ടമിക്കെന്നല്ല, ഈ നമ്മൾ ഇത് അന്നദാനം കൊടുക്കുമല്ലോ. അപ്പം അതിന് ഈ അന്നദാന പ്രഭു എന്നാണ് പിന്നെ അറിയാമല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം അതിനെ സംബന്ധിച്ച് കുറേ കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട്. പണ്ട് മുത്തശ്ശിയൊക്കെ പറഞ്ഞ കഥകളാണ്. വില്ലുമംഗലത്ത് സ്വാമി ദർശനത്തിന് വേണ്ടി വരുന്ന സമയത്ത് അപ്പോൾ ഭഗവാന് ഈ എന്താ പറയുക, പായസം ഇളക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ കൂടെ ആളുകളുടെ കൂടെ കൂടിയിരിക്കുകയാണ് ഈ സദ്യ ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ ആ പായസം ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഭഗവാന് മനസ്സിലാവും, വില്ലുമംഗലത്ത് സ്വാമി താങ്കളെ ദർശിക്കാൻ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് അനുഗ്രഹം തേടാൻ വേണ്ടി വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ ഭഗവാൻ പെട്ടെന്ന് തന്നെ മുട്ട ചട്ടുകം പിടി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്തോ ഒരു ഒക്കെ പറയുന്ന കുറേ കഥകൾ, മുത്തശ്ശി പറഞ്ഞു തന്ന കുറേ കഥകൾ എൻ്റെ ഉള്ളിലുണ്ട്. ഭഗവാനെ കുറിച്ചുള്ള കുറേ കഥകൾ. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. കുറേ ഐതിഹ്യങ്ങൾ ഭഗവാന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് വൈക്കത്തപ്പനെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ തന്നെ അഷ്ടമി കോടിക്കണക്കിന് ആൾക്കാർ, ലക്ഷക്കണക്കിന് ആൾക്കാർ അഷ്ടമി ദർശനം, രാവിലത്തെ അഷ്ടമി ദർശനം ഭഗവാനും ശ്രീ പാർവതി ദേവി പരമശിവൻ ദേവി സമേതനായിരിക്കുന്ന ഒരു സമയമാണ് അഷ്ടമി ദർശനം. ആ സമയത്ത് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം കിട്ടാനായിട്ട് വളരെയധികം എളുപ്പമാണ്, പെട്ടെന്ന് പ്രസാദിക്കും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അഷ്ടമി ദർശനത്തിനൊക്കെ ദൂരെ നിന്ന് ആളുകൾ വരുന്നുണ്ട്. കൂടുതലും ശരിക്കും പറഞ്ഞാൽ നാട്ടുകാരെക്കാളും കൂടുതൽ വരുത്തർക്കാണ് അഷ്ടമി എന്ന് പറയുന്നത് ഗംഭീരം എന്ന് കേട്ടിട്ടുണ്ട്. ഒത്തിരി ദൂരെ നിന്ന് ആളുകൾ വരാറുണ്ട് കേരളത്തിലുടനീളം. അത്ര പ്രശസ്തമായൊരു കാര്യമാണ് വൈക്കത്തഷ്ടമി എന്ന് പറയുന്നത്, അല്ലേ? ഞങ്ങൾ നാട്ടുകാരാണെങ്കിലും ഞങ്ങളെക്കാളും കൂടുതൽ ആഘോഷിക്കുന്നത് അല്ലെങ്കിൽ അതിൽ പങ്കെടുക്കുന്നത് വരുത്തർ തന്നെയാണെന്ന് കേട്ടിട്ടുണ്ട്. അമ്മ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. പിന്നെ വൈക്കത്തഷ്ടമിയുടെ ഏറ്റവും പ്രധാന ചടങ്ങ് രാത്രിയിൽ ഉണ്ടാകുന്ന രാത്രിയിലത്തെ ആ ഒരു വിടപറച്ചിലും അച്ഛൻ മക്കളെ കാത്തുവയ്ക്കുന്നതാണ്. അതിന് പ്രധാനപ്പെട്ടത് ഉദയാവരത്തപ്പൻ, കൂട്ടുമ്മേ ഭഗവതി, മൂത്തടുത്തുകാവിലമ്മ, അങ്ങനെ മക്കളെ കാത്ത് അച്ഛനിങ്ങനെ അക്ഷമയായി ഇങ്ങനെ നിൽക്കുന്നതും മക്കൾ ഓരോ ഗോപുരത്തിൽ കൂടെ കടന്നു വരുന്നതും അതൊക്കെ കാണാൻ മാത്രമുണ്ട്. പിന്നെ അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒത്തിരി ആളുകൾ വിളക്കൊക്കെ വെച്ച് എതിരേറ്റ് ഉദയനാവരത്തപ്പൻ്റെ വരവെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര രസമാണ്. അതൊക്കെ കാണണം. അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം അത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്നറിയില്ല. അത്ര മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഭഗവാന്റെ വരവും ആ ഒരു എതിരേപ്പൊക്കെ കേട്ടോ. അതുപോലെ തന്നെ ഞങ്ങളുടെ മൂത്തടുത്തുകാലമ്മ, കൂട്ടുമ്മേ ദേവി അമ്മ, അവരെയൊക്കെ കാത്തു നിന്ന് ഭഗവാൻ്റെ കൂടെ അവർ നിന്ന് കുറേ സമയം അച്ഛൻ്റെ കൂടെ സമയം ചെലവഴിച്ച് പിന്നീട് യാത്ര പറഞ്ഞു പോകുന്ന ഒരു ചടങ്ങാണ് പ്രധാനമായിട്ടുള്ളത്. അത് ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ അത് നാദസ്വരത്തിൽ കൂടെ വായിക്കും. നമുക്കത് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു വിഷമം തോന്നും. അച്ഛൻ പോയിട്ട് വരാമെന്നുള്ള നമ്മൾ യാത്ര പറഞ്ഞ് മക്കൾ നമ്മുടെ അടുത്തുനിന്ന് പോകുമ്പോൾ നമുക്ക് എന്തോരം വേദനയാണ്, അല്ലേ? അതുപോലെ അച്ഛനെ വേദനിച്ച് ഓരോ മക്കളെയും ഓരോ ഗോപുരത്തിൽ കൂടെ പുറത്തേക്ക്
യാത്ര അയച്ചിട്ട് ദുഃഖിതനായിട്ട് തിരിച്ച് വന്ന ഒരു പ്രദക്ഷിണം വെച്ച് ഭഗവാനകത്ത് കയറുന്ന ആ ഒരു ചടങ്ങൊക്കെ ഭയങ്കര കാണാനുണ്ട്. അത് പറഞ്ഞാൽ എത്രത്തോളം നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അത്ര മനോഹരമായ കുറേ ചടങ്ങുകളുണ്ട്. 9ാം ഉത്സവത്തിന് ആ സമയത്തൊക്കെ ഋഷഭവാഹന എഴുന്നള്ളത്ത് ഉണ്ട്. അതുപോലെ തന്നെ ഈ കറികൈ കൈമൾ എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അത് ഭഗവാനെ ആദ്യം ഈ വലിയ കാണിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഭഗവാൻ എഴുന്നള്ളി ചെയ്യിക്കുന്ന സമയത്ത് ആ കാണിക്ക ഇടാൻ വേണ്ടി ആദ്യം വരുന്നത് കറികൈ കൈമള എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കാണിക്ക കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ തൊണ്ട് വെച്ച് എറിഞ്ഞ് വിടുമെന്ന് അങ്ങനെയൊക്കെ കുറേ ചടങ്ങുകൾ വൈക്കത്തഷ്ടമി പ്രമാണിച്ചുണ്ട്. ഒത്തിരി ചടങ്ങുകളുണ്ട്. അത് എത്രത്തോളം എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാമെന്ന് എനിക്ക് അറിയില്ല. അറിയാവുന്ന പോലെയൊക്കെ ഞാൻ കണ്ടതും കേട്ടതുമായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. ചെറുപ്പത്തിലെ കുറേ ഓർമ്മകളുണ്ട് വൈക്കത്തഷ്ടമി പ്രമാണിച്ച്. ഞങ്ങൾ രാത്രിയിൽ ഞങ്ങളെല്ലാവരും കൂടെ നടന്നാണ് തിരിച്ചു വരുന്നത്. അപ്പം മൂത്തടുത്താലമ്മയുടെ കൂടെ അമ്മ എഴുന്നള്ളിച്ച് പോകുമ്പം അമ്മയുടെ കൂടെ നടന്നു പോകും. അപ്പോൾ ചുറ്റും ആ തെക്കേ നട അവിടം വരെ വൈക്കത്തപ്പൻ്റെ ആ നട വരെ എല്ലാവരും വിളക്ക് വെച്ച് അമ്മയെ എന്താ പറയുക, അമ്മയെ എതിരേറ്റ് കൊണ്ടുപോവാണ്. അപ്പം നമ്മൾ കൂടെ പോകും. അപ്പോൾ ആനയുടെ പുറകെ എല്ലാവർക്കും പേടിയാണ് ആനയുടെ പുറകെ നടക്കാനായിട്ട്. കാരണം ആന ഇടഞ്ഞു കഴിഞ്ഞാൽ പുറകോട്ടല്ലേ ഓടുന്നത്. പിന്നെ രാത്രിയല്ലേ, നല്ല രസമാണ്. അപ്പോൾ ഇങ്ങനെ തിരിച്ചു വരുമ്പോൾ അർദ്ധരാത്രി കഴിയും, ഒത്തിരി നേരം വെളുക്കാറാവും തിരിച്ചു വരുമ്പം. അപ്പം ഇങ്ങനെ നടന്നു വരുമ്പോൾ വാഹനങ്ങളിലല്ല, പണ്ടൊക്കെ ഇങ്ങനെ നടന്നു വരുമ്പോൾ ഇരുട്ടും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പം ഇങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് കുറേ കഥകളൊക്കെ പറഞ്ഞു. അപ്പോൾ പേടിപ്പെടുത്തുന്ന കഥകളൊക്കെ പറഞ്ഞ് നല്ല രസമാണ്. അങ്ങനെയൊക്കെയുള്ളൊരു കാലമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഉത്സവങ്ങൾ എന്താ അല്ലേ, ഒന്നും അതിനൊരു ഇൻട്രസ്റ്റ് ഒന്നുമില്ല. എൻ്റെ മക്കൾ ഉൾപ്പെടെയാണ് കേട്ടോ ഞാൻ പറയുന്നത്. അത്ര വലിയ ഇൻട്രസ്റ്റ് ഒന്നും അവർ കാണിക്കാറില്ല. പക്ഷെ നമ്മുടെ ചെറുപ്പത്തിലെയൊക്കെ, ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലെ ഇതിനൊക്കെ വളരെയധികം പ്രാധാന്യം നൽകിയിരുന്നു. അപ്പോൾ അതൊക്കെ പോയി ശരിക്കും പറഞ്ഞാൽ നിങ്ങളത് പറഞ്ഞല്ല, നമ്മൾ ശരിക്കും അനുഭവിച്ചറിയണം. അതൊരു വല്ലാത്തൊരു അനുഭൂതിയായിട്ടുള്ളൊരു കാര്യമാണ് അഷ്ടമി എന്നൊക്കെ പറയുന്നത്. പിന്നെയുള്ള ഓർമ്മകൾ ചെറുപ്പത്തിലെ ഈ അഷ്ടമി എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമ്മൾ വളക്കടകൾ നിറച്ച് എല്ലാ നടയിലും നിറച്ച് വളക്കടകളും കാര്യങ്ങളും, പിന്നെ എന്താ പറയുക, ഈ സർക്കസ് പോലുള്ള സംഭവങ്ങൾ, അങ്ങനെയുള്ള കുറേ കളിക്കുന്ന കുറേ കാര്യങ്ങൾ, അതൊക്കെ കൊണ്ടിങ്ങനെ ആകെപ്പാടെ വയ്ക്കും ഒരു ഭയങ്കര ഒരു എന്താ പറയുക, വല്ലാത്തൊരു അനുഭൂതി നിൽക്കുന്ന ഒരു സമയമാണ് ഈ വൈക്കത്തഷ്ടമി എന്ന് പറയുന്നത്. വൈക്കത്തഷ്ടമി വരാൻ വേണ്ടി നോക്കിയിരിക്കും. ഇപ്പോൾ ഈ വർഷത്തെ വൈക്കത്തഷ്ടമി കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്ത വർഷവും നമ്മൾ വൈക്കത്തഷ്ടമി വരാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കും, കാത്തിരിക്കുന്ന സമയം. ചെറുപ്പത്തിലേക്ക് ഇങ്ങനെ അഷ്ടമി 12 ദിവസവും അഷ്ടമിക്ക് പോകാനുള്ളൊരു തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ, അങ്ങനെയൊക്കെ ഒരു രസമുള്ളൊരു കാലമായിരുന്നു. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ മിസ് ചെയ്യുന്നുണ്ട്. വല്ലാത്തൊരു വിഷമം തോന്നുവേ അതൊക്കെ ഇങ്ങനെ ഓർക്കുമ്പോൾ. അപ്പോൾ എല്ലാവരും പോയി കാണേണ്ടത് തന്നെയാണ് അഷ്ടമി എന്ന് പറയുന്നത്. ഓരോ ഉത്സവങ്ങളും നമുക്ക് ഓരോ അനുഭവങ്ങളാണ് അല്ലേ. നന്മയുടെ വെളിച്ചം നമ്മളുടെ ഉള്ളിലേക്ക് തെളിക്കുന്നതാണ് ഓരോ ഉത്സവങ്ങളും അല്ലേ. അത് നമ്മൾ മാക്സിമം സന്തോഷമായിട്ട് നന്നായിട്ട് ആഘോഷിക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ഓരോ ഉത്സവങ്ങളും അല്ലേ. അത് ഏത് വിശ്വാസമാണേലും, ഏത് വിശ്വാസികളാണേലും, അല്ലെങ്കിൽ ഏത് മതക്കാരുടെ ആണേലും ഈ ഉത്സവങ്ങളും ആഘോഷങ്ങളും എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും സന്തോഷം തരുന്നൊരു കാര്യം തന്നെയാണ്. അത് മാക്സിമം നമ്മളത് എൻജോയ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അല്ലേ. ഇതൊക്കെ പിന്നെ ഈശ്വരാനുഗ്രഹം എന്ന് പറയുന്ന ഒന്നാണല്ലോ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും മൂല്യമായിട്ടുള്ളൊരു കാര്യം. നമ്മളെ പ്രവൃത്തി മിക്കവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ, ദൈവം ചിലവരൊക്കെ പറഞ്ഞ് യുക്തിവാദികളും കാര്യം, ഞാൻ ആരെയും അവരുടെ ഒരു കാര്യങ്ങളെ തിരുത്തി ചെയ്യാനോ തിരുത്തി കുറിക്കാനോ ഒന്നുമല്ല കേട്ടോ. ഓരോരുത്തരുടെ വിശ്വാസമാണ് ഓരോരുത്തരെ അവരെ നയിക്കുന്നത്. അതിന് നമ്മൾ അതിനൊന്നും തിരുത്താനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ ആചാരമായിട്ട് സംസാരിക്കാനൊന്നും ഞാനില്ല. എന്നാലും നമ്മൾ ജനിച്ച് വരുമ്പം നമുക്കോരോ എന്താ പറയുക, നമുക്ക് ജനറ്റിക്കായിട്ട് കിട്ടുന്ന കുറച്ച് കാര്യങ്ങൾ, പിന്നെ നമ്മളുടെ മുത്തശ്ശിമാരെ അമ്മമാരെയൊക്കെ പകർന്നു തന്നിട്ടുള്ള കുറച്ച് നന്മയുള്ള കാര്യങ്ങൾ, അത് നമ്മൾ പിന്തുടർന്ന് പോകുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. പിന്നെ അന്ധമായിട്ടുള്ള വിശ്വാസങ്ങളിലേക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈശ്വരൻ പോസിറ്റീവായിട്ടുള്ളൊരു ശക്തി അല്ലേ, ദൈവം എന്നൊക്കെ പറയുന്നത് നമ്മൾ ഇല്ല എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്നവരെ നമ്മൾ തിരുത്താൻ ആളല്ല. പക്ഷെ ഞാൻ ഒരു ഈശ്വര വിശ്വാസിയാണ്.
ആ ഒരു ഈശ്വര വിശ്വാസം കൊണ്ട് എനിക്ക് ഒരിക്കലും ഒരു ദോഷമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. എനിക്ക് ഈശ്വര വിശ്വാസം കൊണ്ട് നന്മ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അത് ഏത് വിശ്വാസമാണ്, ഏത് ദൈവത്തിനെയാണ്, ദൈവം എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ. അത് ഏത് മതം, ജാതി അങ്ങനെയൊന്നുമല്ല. ഈശ്വരൻ എന്ന് പറയുന്നത് ഒരു ശക്തി അല്ലേ, അത് നമ്മളെ നയിക്കുന്നു, നമ്മളെ നന്മയിലേക്ക് നയിക്കുന്ന കാര്യം നമ്മൾ വിശ്വസിക്കുന്നത് കൊണ്ടും അതിലൂടെ ജീവിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടും നമുക്കൊരു ദോഷം ഉണ്ടാവില്ല അല്ലേ. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പം എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ, നന്മയുടെ പാതയിൽ നിങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കട്ടെ. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും എൻ്റെ പാട്ട് കാണാൻ മറക്കരുത് കേട്ടോ. റേഡിയോ രംഗിലാണ്. അപ്പം എല്ലാവരും കാണുക, എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. ഒരു നല്ല ഗായികയായിട്ട് നിങ്ങളുടെ മുന്നിൽ നിൽക്കാൻ സാധിക്കണം എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന. അതിനു വേണ്ടിയുള്ള ഒരു ശ്രമത്തിലാണ് ഞാൻ. അതിന് ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടാണ് അതിന് ഏറ്റവും കൂടുതൽ എനിക്ക് വേണ്ടത്. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു, പ്രാർത്ഥന ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ നിങ്ങൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. പിന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. എന്നാലും ഞാനിരുന്ന വീഡിയോസ് എല്ലാം കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ ചിൽഡ്രൻസ്, ബൈ ബൈ.